ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്താണ് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നെക്സ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നത്, അതോ പ്രത്യേകിച്ചൊന്നും സിറ്റുവേഷൻസിന് ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നില്ലേ, ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകുന്ന എനർജീസ് ആണോ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്, അട്രാക്ട് ചെയ്യാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങും കൂടിയാണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും റെസനേറ്റ് ചെയ്തു തുടങ്ങുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർക്കുക. പോസിറ്റീവായിട്ട് മാത്രം റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുക. നെഗറ്റിവിറ്റീസ് കാര്യങ്ങളോ ഒന്നും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Hanged Man, Queen of Wands, Eight of Wands, Justice, Three of Wands, Six of Pentacles, Judgment, the Emperor, King of Pentacles, Two of Swords, Eight of Cups, Six of Cups, Queen of Cups, the Lovers, okay, Eight of Swords, Queen of Swords, the Chariot, Nine of Pentacles, Knight of Cups, the Empress, Four of Swords ആണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വോൺസ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാങ്ഡ് മാൻ ആണ്. സ്റ്റക്ക് ആണ് എനർജി. പ്രത്യേകിച്ച് യാതൊരുവിധ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ സെപ്പറേഷൻ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും യാതൊരുവിധ അനക്കവും ഇല്ലാതെ എങ്ങനെയാണോ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആയി നിൽക്കുന്നത് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നും തന്നെ അറിയുന്നുണ്ടായിരിക്കില്ല. അതുപോലെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ വലിയ രീതിക്ക് ഒരു പൊള്ളലാണ് നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഏറ്റിരിക്കുന്ന ഈ ഒരു പൊള്ളൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സമനില തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സമനില തെറ്റിച്ച് കളയുക എന്ന് പറയുമ്പോൾ ദൈനംദിനമായ കാര്യങ്ങളിലേക്ക് പോലും പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? ഫാമിലി ആയിട്ട് ഇടപഴകുന്നുണ്ടോ? എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മനസ്സ് ഇവിടെയൊന്നും അല്ല. മനസ്സെല്ലാം പൂർണ്ണമായിട്ടും കൈവിട്ട് പോയിരിക്കുന്നു. ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വയം ഒരു കെട്ടി നിർത്തിയിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട്. ആർക്കോ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ അതൊന്ന് മാറ്റുക. കാരണം ഇത് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ആണ്. ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ എത്രത്തോളമാണോ നിങ്ങളുടെ ആ ഒരു സന്തോഷങ്ങളും കാര്യങ്ങളും സ്വയം കെട്ടി ഒതുക്കി നിർത്തുന്നത് അത്രത്തോളം നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങളെ സ്വയം നിയന്ത്രിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. നിങ്ങളെ തന്നെ നിങ്ങൾ പുറത്തു കൊണ്ടുവരിക. ആ ഒരു കണ്ണടച്ചിരിക്കുന്ന കെട്ടുകൾ നിങ്ങൾ വിടിയിപ്പിച്ച് കളയണം. ആ ഒരു ജഗ്ലിംഗ് എനർജിയിൽ നിന്ന് നിങ്ങൾ മാറണം.
വൈകാരികപരമായിട്ട് ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. തീർച്ചയായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ വേദനയും കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മാറാനുള്ള സമയമാണിത്. നിങ്ങളുടെ മാനസികാവസ്ഥ മാറുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ ഒരുപാടാണ്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സെൽഫ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ ഒരുപാട് വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഒരു ജോലിയിലേക്ക് കയറുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു തണുത്തുറഞ്ഞിരുന്ന ആ ഒരു മനസ്സിനെ നിങ്ങൾ ഉണർത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടേതായ ഒരു സന്തോഷങ്ങളിലേക്ക് നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു വേദനയോട് കൂടി ആയിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിൽക്കുന്നത്. എങ്കിലും നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങളുടെ മെന്റാലിറ്റി മാറ്റി തുടങ്ങിയിരിക്കുന്നു. ഒരു സെൽഫ് ലവിലേക്ക് വന്നിട്ടുണ്ട്. ചില വ്യക്തികൾ പക്ഷെ ഇപ്പോഴും അതേ എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലോ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളോട് പറയാനുള്ളത്, യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എത്രയും വേഗം പുറത്തേക്ക് കടക്കണം. കാരണം നിങ്ങൾ ആരും കെട്ടിയിട്ടിരിക്കുന്നതല്ല, നിങ്ങൾ സ്വയം കെട്ടി നിർത്തിയിരിക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളെ തന്നെ ഒന്ന് മിററിലേക്ക് നോക്കൂ. ഇതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മിററിൽ നോക്കുമ്പോൾ നിങ്ങൾ ആരും കെട്ടിയിട്ടില്ല. അത് നിങ്ങളുടെ ഒരു മിഥ്യാധാരണയാണ്. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് ആദ്യം പുറത്തു വരിക എന്നുള്ളൊരു ഗൈഡൻസ് ആദ്യമേ തന്നെ ഞാനിവിടെ പറയുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സ്റ്റക്നെസ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആവാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ആദ്യമേ തന്നെ ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൈവരുത്തുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ വ്യത്യസ്തത കൈവരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സ്റ്റക്നെസ് എന്നുള്ള എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങും. നിങ്ങൾക്കൊരു വെളിച്ചം അവിടെ കണ്ടു തുടങ്ങും. ഇവിടെ നമുക്ക് 8 of Wands വന്നിരിക്കുന്നതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ്. പക്ഷേ ഈ ഒരു എനർജി നിങ്ങൾ അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളിലേക്ക് അട്രാക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടത് അനിവാര്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ കാലതാമസം നേരിടേണ്ടതായിട്ട് വരും. ഓക്കെ, അതൊരു ഗൈഡൻസ് ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൈവരിക്കുകയാണെങ്കിൽ Queen of Wands ആണ്, അതുപോലെ തന്നെ 8 of Wands ആണ്, കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണിത്. അതും ഫാസ്റ്റ് എനർജിയാണ്. 8 of Wands എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ്. നിങ്ങളിലേക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ആവാൻ പോവുകയാണ്. അതോടൊപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു കോണ്ടാക്ട് വരാനായിട്ട് പോവുകയാണ്. അത് ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിട്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൾ ആയിട്ടായിരിക്കാം. ഇത്രയും നാള് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ വേദനിച്ച് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും എന്തിനാണോ നിങ്ങൾ ഇത്രയും ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഇത്രയും നാളുകളായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരുന്നത്, ആ ഒരു കാത്തിരിപ്പിനെല്ലാം ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു അവസാനം വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഒരു നീതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവരായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും വേദനിച്ച വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു നീതി അനിവാര്യമാണ്. കാരണം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഏറ്റിരിക്കുന്ന ഈ ഒരു മുറിവ് എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം ആഴത്തിലേക്ക് മുറിവ് ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പലർക്കും പുറത്തേക്ക് വരാനായിട്ട് സാധിക്കാത്തത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു നീതി ലഭിക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ വേദനകളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അർഹമായ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ആരിൽ നിന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്ന് തന്നെ നീതി ദേവതയായിട്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സൽ മദർ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ അർഹമായ രീതിക്ക് അതെല്ലാം നേരിടാനായിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്ത് തന്നെ ഇരുന്നോളൂ. നിങ്ങളുടെ ലൈഫിൽ എല്ലാ രീതിക്കും നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ പോകുമ്പോഴേക്കും നിങ്ങൾക്കൊരു പുനർജന്മം വേണം, അല്ലെങ്കിൽ ഈ ഒരു വേദനകൾക്ക് ഒരു അവസാനം ഇല്ലേ എന്നുള്ള രീതിക്കൊക്കെ നെഞ്ചുപൊട്ടി വേദനിച്ച വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു നെഞ്ചുപൊട്ടിയുള്ള വേദനയാണെന്നുണ്ടെങ്കിലും ആ ഒരു മുറിവാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പ്രപഞ്ച ശക്തി അത് കേട്ടിരിക്കുന്നു. മറ്റാരും അത് കേട്ടിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു പ്രപഞ്ചം അത് കേട്ടിട്ട് നിങ്ങളുടെ വ്യക്തിയിലേക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് അർഹമായ രീതിക്ക് ഒരു വിജയം നിങ്ങൾ കൈവരിക്കാൻ പോകുന്നു. നിങ്ങളുടെ കാത്തിരിപ്പിനാണെങ്കിലും നിങ്ങളുടെ പ്രയത്നത്തിനാണെങ്കിലും എല്ലാത്തിലും ഒരു ഫലം വരാനായിട്ട് പോവുകയാണ്. അവരെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. കാരണം ഇവിടെ നൊസ്റ്റാൾജിയ കാർഡാണ്. നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. 6 of Cups ആണ്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ മെമ്മറീസ് കാര്യങ്ങളെല്ലാം ഒരു ഓർമ്മകളായിട്ട് നിരന്തരമായിട്ട് അവരുടെ മൈൻഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു വ്യക്തി പോയത് ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, സാഹചര്യങ്ങൾ കൊണ്ട് വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടേതായ സാഹചര്യത്തിൽ അവരുടേതായ ഒരു ലൈഫിന് കുറച്ച് വാല്യൂ കൊടുക്കേണ്ട ടൈം വന്നപ്പോൾ അങ്ങനെ പോയവരും ഒക്കെ ഉണ്ടായിരിക്കാം.
അപ്പൊ എങ്ങനെ പോയവരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് മനസ്സ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളമാണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതേ എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സണും മാനിഫെസ്റ്റ് ആവുകയാണ്. അവരും നിങ്ങളെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ അവർ വളരെയധികം അട്രാക്ട് ചെയ്യുന്നു അവരിലേക്ക്. ലവേഴ്സ് എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹം പ്രണയം തോന്നുന്നു. അതോടൊപ്പം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് അവര് നിങ്ങളിലേക്ക് വളരെയധികം ഒരു ഫിസിക്കലി അട്രാക്ട് ആവുന്നുണ്ട്. ഫിസിക്കലി അട്രാക്ട് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞായിരുന്നു, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു സെൽഫ് ലവിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് പോലും ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കാം സെൽഫ് ലവിലേക്ക് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്കായിരിക്കാം പെട്ടെന്ന് ഇത് കണക്ട് ആവുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നെഗറ്റീവിലേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ആവാൻ അതിൻ്റെതായ ടൈം വരും. അതേസമയം ഈ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്കായിരിക്കും ഇത് അട്രാക്ട് ആവുക. അപ്പൊ നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പൊ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു യൂണിവേഴ്സിന്റെ സപ്പോർട്ടും. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ രീതിയിലാണ് ഇവർ പോയത് എന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഘടന കൊണ്ടുവരണം, ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു മനോനില തെറ്റി എല്ലാ രീതിക്കും ഡൗൺ സ്റ്റേജിലേക്ക് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പേഴ്സന്റെ മനസ്സും നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിലേക്ക്, പഴയ ഓർമ്മകളിലേക്ക് വന്നിരിക്കുകയാണ്. അതോടൊപ്പം ഇവര് നിങ്ങൾക്ക് തന്നിട്ട് പോയ ആ ഒരു വേദനയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്ക് തന്നെ മാനസികപരമായിട്ട് വളരെയധികം ഒരു ലോ എനർജിയിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം ഒരു കുറ്റബോധം ഇവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റിന് മനസ്സുകൊണ്ട് ഇപ്പൊ ഇവർ ഒരുപാട് ഖേദിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് ഒന്ന് വരണം, നിങ്ങളോടൊത്തൊന്ന് സംസാരിക്കണം എന്ന് ഇവര് ഒത്തിരി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സംസാരിക്കണം എന്നുള്ള ചിന്തകൾ വരുമ്പോൾ അതോടൊപ്പം ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർ പോയിട്ട് ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ എനർജി എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പൊ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നത് ഈ അടുത്ത കാലത്തായിരിക്കില്ല, കുറച്ചധികം നാളുകളായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്നെസ് എനർജിയിലേക്ക് പോയിരിക്കുന്നത് ഒത്തിരി നാളുകളായിട്ടുണ്ട്. ഒരു മാസമോ 2 മാസമോ ഒന്നും ആയിരിക്കില്ല, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇനി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് ഏത് രീതിയിൽ ആവണം കോണ്ടാക്ട് ചെയ്യാൻ എന്നുള്ളത് ചിന്തിക്കുകയാണ്. ആ ഒരു പഴയ രീതിയിൽ തന്നെ കോണ്ടാക്ട് ചെയ്താലോ, നിങ്ങൾ ചിലപ്പോൾ പ്രപ്പോസ് ചെയ്ത ആ ഒരു ഫ്ലവർ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും, ആ ഒരു മെമ്മറിയിലേക്ക് പോയതുകൊണ്ട്, മെമ്മറീസിലേക്ക്, ഓൾഡ് മെമ്മറീസിലേക്ക് പോയിരിക്കുന്നത് കൊണ്ടിട്ട് പഴയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ ഇവർ എങ്ങനെ ആയിരിക്കുമോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേഷനുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വന്നിരിക്കുന്നത്, ബൊക്കെ തന്നിട്ടുണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ലെറ്റർ പാഡ് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഒരു ലെറ്റർ ആയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടാവുക. ലെറ്റർ എന്ന് പറയുമ്പോൾ അവിടെ മെസ്സേജ്, ഫോണും നമുക്ക് കണക്ട് ചെയ്യാം ട്ടോ. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണ്, എന്ന് വെച്ചാൽ ഡയറക്റ്റോ അല്ലെങ്കിൽ ഫോണിൽ കൂടിയോ. അപ്പൊ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആകണോ, അതോ ഇനി നേരിട്ട് തന്നെ വന്ന് മീറ്റ് ചെയ്യണോ? ആദ്യം നിങ്ങളോട് പറയേണ്ടത് സ്നേഹമാണ് എന്നുള്ളതാണോ അതോ ക്ഷമിക്കണം എന്നുള്ളതാണോ? ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത്. ഇവർക്ക് വൈകാരികപരമായിട്ട് ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരുപാട് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഓവർ തിങ്കിങ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ടൈം ഗ്യാപ്പ് ആയത് കൊണ്ടിട്ട് ഇനി എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് ഇവർ പോയിരിക്കുന്നത്. അതോടൊപ്പം ഇവര് കാരണം നിങ്ങൾ ഒരുപാട് വേദനയും കൂടെ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയും ഇവരിൽ അലട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു മനമാറ്റത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സൽ മദർ തന്നെയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു മദർ യൂണിവേഴ്സിന്റെ എനർജി കിട്ടിയിട്ടുണ്ട്, എംപ്രസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു സന്തോഷവും സമൃദ്ധിയും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ തീരുമാനമാണ്. ആ പ്രപഞ്ചത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സണൽ ഈ ഒരു ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോ അവരുടെ ഓരോ നിമിഷങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓരോ ഓർമ്മകളിലാണ്. ഫോർ ഓഫ് സോഴ്സ് ആണ്. അവർ മാനസികപരമായിട്ട് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സണിൽ ഈ ഒരു ചിന്തകൾ വരുത്തിയിരിക്കുന്നതിന്റെ റീസൺ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇവർക്ക് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഒരു വേദനാജനകമായ സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ഒരുപാട് മാനസികപരമായിട്ടുള്ള വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരു വേദനകളിലൂടെ കടന്നു പോയപ്പോഴാണ് ഇവർക്ക് നിങ്ങളുടെ മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ
ഇവര് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള കാര്യങ്ങള് ഇതെല്ലാം ലൈഫിലേക്ക് കണക്ട് ആവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിരുന്ന വേദന ഇവരുടെ ലൈഫിൽ മറ്റൊരു സിറ്റുവേഷൻ മുഖേന ഇവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കർമ്മ തന്നെയാണ് നമുക്ക് ഇവിടെ again കിട്ടുന്നത്. നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ജസ്റ്റിസ് എനർജി കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്കാണോ ഈ ഒരു റീഡിങ്ങുകൾ കണക്ട് ആയിക്കൊണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ചേഞ്ചസ് വരാനായിട്ട് പോവുകയാണ്. ഇവിടെയും നമുക്ക് വന്നിരിക്കുന്ന കർമ്മ തന്നെയാണ്. ആ ഒരു കർമ്മ ഇവർക്ക് തിരിച്ചടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരിലേക്ക് ഈ ഒരു മാറ്റങ്ങൾ കൈവന്നിരിക്കുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇനി ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വിജയം കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളോട് സംസാരിച്ചിട്ട് ഇതിനൊരു തീരുമാനമാക്കണം. നിങ്ങൾ ഇപ്പോഴും ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ വീണ്ടും ഒരു ഉയർച്ച കൊണ്ടുവരണം, ഒരു സക്സസ് സമൃദ്ധിയും എല്ലാം കൊണ്ടുവരണം എന്ന് ഇവർ മനസ്സുകൊണ്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷനിലൂടെ ഇവർ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് പോലും ആ ഒരു വിജയമാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ വിജയം. നിങ്ങളുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തിയതിന് ശേഷം ഇവർ ഈ റിലേഷൻഷിപ്പിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങളോട് തുറന്ന് സംസാരിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള സത്യങ്ങൾ, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രൂത്ത് എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെടുത്തുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. അതോടൊപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ എത്രത്തോളം മാറി എന്ന് പറഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു എനർജി ഇവരിലേക്ക് അട്രാക്ട് ആവുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണും ഇപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും ആണ് വന്നിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. രണ്ട് വ്യക്തികൾ ഒരുപോലെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന എനർജി. നമ്മൾ ഇന്നലെ എടുത്ത സ്പ്രെഡിലും ഇന്നത്തെ സ്പ്രെഡും ഏകദേശം കണക്ട് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അതായത് രണ്ട് രീതിക്കും രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്താണ് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റിരിക്കുന്ന ഈ ഒരു മുറിവ് നിങ്ങൾക്ക് ഒരുപാട് ഒരു പൊള്ളൽ ഏൽപ്പിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും 5 ഓഫ് കപ്സ് ആണ്. അവർക്കും ഇപ്പൊ ഇവിടെ നിന്നും ഒരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. അതും വൈകാരികപരമായ എനർജി ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വൈകാരികപരമായ എനർജി എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. അവർക്ക് എവിടെ നിന്നോ അവർ കൊടുത്ത സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ ചതി നേരിട്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ആ ഒരു ചതി അവർക്ക് നേരിട്ടിരിക്കുന്ന ഈ ഒരു എനർജിയിലാണ് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങളോട് ഇവർ ചെയ്ത ആ ഒരു പ്രവൃത്തിയും എല്ലാം ഇവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന കാര്യമാണ് ആ ഒരു കർമ്മ എന്ന് പറയുന്നത്. താൻ എന്താണോ കൊടുത്തത് അതാണ് തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ആ ഒരു ചിന്തകൾ ഇവരിൽ ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ടാക്കുന്നുണ്ട്, ഒരുതരം കുറ്റബോധം വരുന്നുണ്ട്. അതോടൊപ്പം എത്ര വലിയ ഒരു അബദ്ധമാണ് താൻ ലൈഫിൽ ചെയ്തു കൂട്ടിയത് എന്നൊരു ചിന്ത ഇവരിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ മനസ്സ് തിരിച്ചു ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് മനസ്സ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവരിലേക്ക് എത്തിച്ചിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, അതിന്റെ ഒരു മൂലബിന്ദു അല്ലെങ്കിൽ അതിന്റെ ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു മദർ യൂണിവേഴ്സ് എനർജി തന്നെയാണ്. ആ ഒരു പ്രപഞ്ച ശക്തിയുടെ എനർജിയാണ്. നിങ്ങൾ ഒരു യൂണിവേഴ്സൽ പവറിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നവരിൽ എത്ര പേരാണോ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതും അതുപോലെ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എത്രത്തോളം ചേഞ്ച് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ എനർജിയിൽ അതിൻ്റെതായ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സൽ നമ്പർ എന്ന് വെച്ചാൽ ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നവരുണ്ടായിരിക്കാം. പ്രത്യേകിച്ചും 1111 പോലെയുള്ള നമ്പേഴ്സ് 1111 ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾ ഒരു പെയർ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ്, ട്വിൻസ് ബേബീസിനെ കാണുന്നുണ്ടായിരിക്കാം. എല്ലാം പെയർ ആയിട്ട് നിങ്ങൾ ഈ ഒരു ടൈമിൽ കാണുന്നുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ എനർജിയിൽ വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേരിയേഷൻസ്, വെറുതെ ഇരിക്കുമ്പോഴേക്ക് വല്ലാത്തൊരു നെഞ്ചിടിപ്പ് നിങ്ങൾക്ക് വരിക, എപ്പോഴും ഈ ഒരു പേഴ്സന്റെ ഓർമ്മകൾ നിങ്ങൾ ഓർക്കാതെ പോലെ നിങ്ങളുടെ മൈൻഡിലേക്ക് കയറി വരിക, റിപ്പീറ്റ് ചെയ്ത് ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു എനർജി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അത് സ്പിരിച്വലി കുറച്ചുകൂടെ അടുപ്പമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അത്രത്തോളം കണക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ആദ്യമേ തന്നെ കമ്മ്യൂണിക്കേഷൻ കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയായിരിക്കും ആദ്യം വരിക. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അവർ ചെയ്ത തെറ്റുകളെല്ലാം അവർ നിങ്ങളിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അർഹമായ സ്നേഹം,
അത് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ നൽകിക്കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു റീകൺസിലേഷൻ നടക്കാനായിട്ട് പോവുകയാണ്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. ആ ഒരു മൊമെന്റ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു പുനർജന്മം തന്നെയാണ്. പുനർജന്മം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ വേദനകളും പൂർണ്ണമായിട്ടും ഡെത്ത് ആയിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു റീബർത്ത് സംഭവിക്കാനായിട്ട് പോകുന്നു. നിങ്ങളുടെ ആ ഒരു ബാഡ് ആയിട്ടുള്ള കർമാസ് എല്ലാം പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ട് ഇനി നിങ്ങളുടെ ഈ ഒരു ജന്മത്തിലെ ആ ഒരു പർപ്പസ്, ആ ഒരു ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു സോളിന്റെ പർപ്പസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന കണക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സോൾമേറ്റ് എനർജി തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് എത്രത്തോളം നാളുകൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും വീണ്ടും നിങ്ങൾ ഒന്നാവാനായിട്ട് പോകുന്നത്. കാരണം അത് ഈ ഒരു യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. നിങ്ങളാണ് ഈ ഒരു പേഴ്സന്റെ ഡെസ്റ്റിനി എന്നുള്ളത്. അതുകൊണ്ടാണ് എത്രയൊക്കെ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാലും ഇത്രയും വലിയൊരു ടൈം ഗ്യാപ്പ് വന്നിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങളോടൊരു അട്രാക്ഷൻ വരുന്നത്. ഒരിക്കലും നിങ്ങളെ വിട്ടു പോകരുത് എന്നുള്ള ഒരു ചിന്ത അവരിലേക്കും എത്തിയിരിക്കുന്നതും. അല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥന മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു കണക്ഷൻ ആണ്. നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കാതെ ഇങ്ങനെ stuck ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപാട് ഈ ഒരു person ഇപ്പൊ ഈ ഒരു സമയത്ത് emotions ഒക്കെ control ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രാത്രിയിലാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഓർമ്മകളാണ് ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് നീതി നടപ്പിലാക്കുക എന്നുള്ളത് ഇവരുടെ ലൈഫിന്റെ അല്ലെങ്കിൽ ഇവരുടെ സോളിന്റെ ആ ഒരു പർപ്പസ് ആണ്. അവരത് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് അവർക്ക് എത്തേണ്ട ഒരു ഡിവൈൻ ടൈം ഉണ്ട്. ആ ഒരു ഡിവൈൻ ടൈം ഇതുവരെ ആവാതിരുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു സ്റ്റക്നെസ് എനർജിയിൽ പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ കാർമിക് ആയിട്ടുള്ള കുറച്ചധികം സിറ്റുവേഷൻസ് നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ കൂടുതലായിട്ടുള്ള ഒരു വേദനകളിലൂടെ കടന്നു പോകുക എന്നുള്ളത് യൂണിവേഴ്സൽ തീരുമാനമായിരുന്നിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്. ഇനി അവരുടെ ടേൺ ആണ്. അവരുടെ ടേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് വേദനിച്ച് കഴിഞ്ഞിരുന്ന ആ ഒരു സിറ്റുവേഷൻ ഇനി അവർ കുറച്ച് അനുഭവിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിന്റെ കാര്യം. പക്ഷേ ഇത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ വേദന ആരൊക്കെ കണ്ടില്ല എന്നുണ്ടെങ്കിലും യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്, പ്രപഞ്ചം കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു വേദന ഇവരിലേക്ക് തിരിച്ചടി പോലെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇട്ട് ഇവരെ ഒന്ന് കറക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയുള്ളൂ. കാരണം ഇതൊരു സ്ട്രോങ് കണക്ഷൻ ആണ് നിങ്ങൾക്കിടയിലുള്ളത്. അപ്പൊ ആ ഒരു സ്ട്രോങ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും ഒരു വിള്ളൽ വീണ് വിട്ടു പോകേണ്ടതല്ല. ഈ ഒരു പേഴ്സണും നിങ്ങളെന്ന് പറയുന്നത് ഒന്നിച്ചു ചേരേണ്ടവരാണ്. അപ്പൊ ആ ഒരു ഒന്നുചേരലിന് മുമ്പുള്ള ഒരു ടൈം പീരീഡ് ആണ് ഈ ഒരു ഗ്യാപ്പ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ പേഴ്സണെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആവുന്ന ഈ ഒരു ടൈമിൽ അവരൊരു റിസ്ക് എടുക്കാൻ തന്നെ തയ്യാറാകും. എന്തൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനെയെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ആ ഒരു സെൽഫ് ലവിലേക്ക് വന്ന് നിങ്ങളുടെ എനർജിയെ ഇൻക്രീസ് ചെയ്യുക. ചേസ് ചെയ്ത് പോകുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ വേദനിച്ചിരിക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരിക. നിങ്ങൾ ആ ഒരു മാറ്റത്തിലേക്ക് വരുമ്പോഴാണ് ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയുള്ളൂ. നമ്മളൊരു സ്നേഹത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു സ്നേഹം ആഗ്രഹിക്കുന്ന പോലെ കിട്ടില്ല. പിടിച്ചു വാങ്ങാനായിട്ട് പറ്റുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത് പോലെ. അപ്പൊ നിങ്ങൾ ആ ഒരു ചേസിങ് മെന്റാലിറ്റി വിടുക, വേദനിച്ചിരിക്കുന്ന സിറ്റുവേഷൻ വിടുക. അറ്റ്ലീസ്റ്റ് നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കാൻ നോക്കുക. നിങ്ങൾ ആദ്യം സന്തോഷിപ്പിക്കുമ്പോഴാണ് മറ്റൊരാൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയുള്ളൂ. അപ്പൊ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ ആദ്യം ഇൻക്രീസ് ആവണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കും. അതിൻ്റെതായ ഒരു പവർ തീർച്ചയായിട്ടും ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. കാരണം ഇത്രത്തോളം വേദനകൾ നിങ്ങൾക്ക് അതിജീവിച്ച് ഇവിടെ വരെ വരാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജിനെ ഇൻക്രീസ് ചെയ്യാനുള്ള പവറും നിങ്ങളുടെ ഉള്ളിലുണ്ട്. കാരണം നിങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത് തന്നെ എംപ്രസ് എനർജി എന്ന് പറയുമ്പോൾ ഒരു ഫീമെയിൽ ബ്ലെസ്സിങ് എനർജി ആണത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി നിങ്ങൾക്ക് തുണയായിട്ടുണ്ട്. നിങ്ങൾ അനുഭവിക്കേണ്ടിരുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആയതുകൊണ്ടാണ് ഈ ഒരു വേദനയൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു നല്ല സമയത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു ഇത് എന്നുള്ള രീതിക്ക് നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് ഉടനെ തന്നെ കടന്നു വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇമോഷൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. അവരെന്താണ് നിങ്ങളെ കുറിച്ച് തിങ്ക് ചെയ്യുന്നത്.
കൺട്രോൾ ആണ് വന്നിരിക്കുന്നത്. അവരുടെ എല്ലാവിധ മൂഡ് സ്വിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ അവരിപ്പോൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു പ്രശ്നങ്ങൾ, ഇതെല്ലാം അവർ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ, ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് അവരിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് വേദനയും അതോടൊപ്പം അവർക്ക് ഒരുപാട് ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ മറ്റു പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റു പല വ്യക്തികളുടെ കൈകടത്തലും ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ദേഷ്യമാണെന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും അതിനെല്ലാം ഇപ്പൊ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം റിലേഷൻഷിപ്പിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു മനസ്സിൽ നിൽക്കുന്ന കാര്യം. നൊസ്റ്റാൾജിയ കാർഡാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണെന്നുള്ളത്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എത്ര നിങ്ങൾ അകന്ന് നിന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈം കറക്റ്റ് ആയിട്ട് എത്തിയപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു മിസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒട്ടും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു മിസ്സിംഗ് ആണത്. എത്രയും വേഗം നേടണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. നിങ്ങൾ എന്താണോ ഫേസ് ചെയ്തത് അതേ സെയിം സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പാസ്റ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി നിൽക്കുന്ന ഒരു എനർജിയാണ്. റിഫ്ലക്റ്റിംഗ്, യെസ്, അത് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്താണോ ഫേസ് ചെയ്തത് അതേ കാര്യം തന്നെ അവരിലേക്ക് റിഫ്ലക്റ്റ് ആയിരിക്കുകയാണ്. ആ ഒരു സോൾ സെർച്ചിങ്ങിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്നു. നിങ്ങൾ ഫേസ് ചെയ്ത സെയിം സിറ്റുവേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ വേദന മറ്റാരും കണ്ടില്ല എന്നുണ്ടെങ്കിലും പ്രപഞ്ചശക്തി കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അനുഭവിച്ച അതേ പാത്തിലൂടെ കുറച്ചെങ്കിലും ഇവരെ കൊണ്ടുപോയിട്ടേ ആ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് അവരെ എത്തിക്കുകയുള്ളൂ. അതൊരിക്കലും ഒരു ശിക്ഷയല്ല, അതൊരു നല്ല പോസിറ്റീവ് എനർജിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പുള്ള ഹീലിംഗ് ആണ്. കാരണം നിങ്ങളുടെ പേഴ്സണൽ ഒരു ഹീലിംഗ് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫാമിലി ആണ്, ഫൗണ്ടേഷൻ ആണ് വന്നിരിക്കുന്നത്, കമ്മിറ്റ്മെന്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എഗെയിൻ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നു. ഒരു മാരേജ്, അതുപോലെ ഒരു ഫാമിലി ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് എപ്പോഴും ഒരു സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗാർഡിയൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ലൈഫ് ലോങ് നിൽക്കുക എന്നുള്ള ഒരു എനർജിയാണ്. ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരുന്നിരിക്കുന്ന എനർജിയും ഉണ്ടായിരിക്കാം. അപ്പൊ എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനെ വീണ്ടും പഴയ രീതിയിലേക്ക് ഒരു ഫൗണ്ടേഷൻ, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അതോടൊപ്പം മാരേജ് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ, മാരേജ് സെറമണി എല്ലാം നിങ്ങളുടെ ലൈഫിൽ എഗെയിൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരിക. ടെംപ്റ്റേഷൻ വരുന്നുണ്ട്. പല രീതിക്ക് ഇവരുടെ ലൈഫിനെ, പല രീതിക്ക് ഇവരുടെ മനസ്സിനെ മാറ്റാനായിട്ട് പല വ്യക്തികളും ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിലേക്കൊന്നും അഡിക്റ്റ് ആവാതെ ഇവരുടെ തന്നെ ഒരു ഡിസിഷൻ ഇവർ എടുത്തിട്ട്, മേക്ക് വൈസ് ചോയ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവർ തന്നെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള തീരുമാനവും ഡിസിഷൻ എടുത്തിട്ട് അവരുടെ ചോയ്സ് എന്താണോ എന്നുള്ളതിലേക്ക് പൂർണ്ണമായിട്ടും ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ആ ഒരു ടെംപ്റ്റേഷൻസിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാതെ ഇവരിപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ട്രൂത്ത് ആണ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പുറത്തുനിന്നുള്ള വ്യക്തികളുടെ സാന്നിധ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികൾ ആരാണ്, ആരൊക്കെയാണ് സത്യമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, ആരൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നശിപ്പിക്കാനായിട്ട് നോക്കിയിരിക്കുന്നത്, ഈ ഒരു കാര്യങ്ങളെല്ലാം സീയിങ് ദ ട്രൂത്ത് ആണ്. ഇവരുടെ കണ്ണിലേക്ക് തന്നെ വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ ടെംപ്റ്റേഷൻസ് ഇവരുടെ മുന്നിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലേക്കൊന്നും അഡിക്റ്റ് ആവാതെ ഇവരുടെ മൈൻഡിനെ ഇവർ തന്നെ ക്ലിയർ ചെയ്തിട്ട് ആ ഒരു പാത്തിലൂടെ മാത്രം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വേണ്ടത് നിങ്ങളെയാണ്, ഇനി മറ്റാരെയും അല്ല. അപ്പോളജി ആൻഡ് ഫോർഗീവ്നെസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ക്ഷമാപണം നടത്തുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവരിക. ഇത് മാത്രമാണ് മൈൻഡിൽ നിൽക്കുന്നത്. മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങളും ഇവരുടെ മൈൻഡിൽ ഇപ്പോൾ ഇല്ല. ഒരുതരം ഗിൽറ്റ് ഫീൽ ആണ്, ഓർക്കുമ്പോൾ ഗിൽറ്റ് ഫീൽ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. താൻ ചെയ്ത ഇത്രയും വലിയൊരു അബദ്ധം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തെറ്റ്, അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും നല്ല നല്ല സമയങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി പോയിക്കൊണ്ടിരുന്നത്. അതിൽ തന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു തെറ്റായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇവർ ഇമോഷണലി വളരെയധികം വീക്ക് ആവുന്നത്. അതോടൊപ്പം നിങ്ങളോട് വളരെയധികം ഒരു റെസ്പെക്ട് തോന്നുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ കാത്തിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ പറ്റി ചിലപ്പോൾ അന്വേഷിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഇപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണെന്നുള്ളത് ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിൽ ചിന്തിച്ചിരിക്കുന്നത്. യെസ്, റിന്യൂവൽ ആണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ലൈഫ്, ന്യൂ സ്റ്റാർട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്.
റിജുവിനേഷൻ ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന പരിക്കുകളെ എല്ലാം പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ട് ഒരു ഹീലിംഗ് പർപ്പസിലൂടെ കടന്നു വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റിന്യൂവൽ കൊണ്ടുവരിക, ഒരു റീകൺസിലേഷൻ നടത്തുക. വീണ്ടും ഒരു പുതിയ തുടക്കം ഇതിന് വേണം. അതും ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് ആയിരിക്കണം. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരു രീതിക്കും ഒരു ഷാഡോ വർക്ക് പോലെ, ഒരു ഷാഡോ പോലെ അല്ലെങ്കിൽ ഒരു നിഴല് പോലെ നിങ്ങളെ പിന്തുടരാനായിട്ട് പാടില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി എഫക്ട് ചെയ്യാൻ പാടില്ല. എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കം തന്നെ ആയിരിക്കണം ഈ ഒരു ബന്ധത്തിന്റേത് എന്നുള്ളൊരു മെന്റാലിറ്റി. ക്ലാരിറ്റി, അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ മുമ്പിലേക്ക് വെളിപ്പെട്ടില്ല ഈ ഒരു സത്യങ്ങൾ തന്നെയാണ്. ഓൾറെഡി നമുക്ക് രണ്ടും സെയിം എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കൺമുന്നിലേക്ക് ഒരുപാട് സത്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം ഒരു സെപ്പറേഷൻ സ്റ്റേജിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു തെറ്റിദ്ധാരണകൾക്കെല്ലാം തന്നെ ഒരു ക്ലാരിറ്റി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് മാത്രമേ ഇനി അവർ പ്രവർത്തിക്കാൻ തയ്യാറാവുകയുള്ളൂ. മറ്റൊരാളുടെ വാക്കുകൾ കേട്ടിട്ടോ മറ്റൊരാളുടെ തീരുമാനം അനുസരിച്ചിട്ടോ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യാതൊരുവിധ ആക്ഷൻസും എടുക്കില്ല. എല്ലാം സ്വന്തമായ തീരുമാനങ്ങളിലൂടെ തന്നെ എടുക്കുകയുള്ളൂ. കാരണം നിങ്ങളാണ് അവരുടെ ഒരു സോൾ അല്ലെങ്കിൽ അവരുടെ ഒരു സോൾമേറ്റ്. കംഫർട്ട് സോൺ, യെസ്, അവരുടെ ഒരു കംഫർട്ട് സോൺ കൂടിയാണ് നിങ്ങൾ. ഇനി ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ തന്നെ എല്ലാ രീതിക്കും നിൽക്കണം എന്നുള്ള രീതിക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അവർക്ക് ഒരു രീതിയിലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഇപ്പോൾ ആഗ്രഹമില്ല. അവരുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് മാത്രമേ അവരിനി പ്രവർത്തിക്കാൻ തയ്യാറാവുകയുമുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസ് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് തന്നെ ഇൻറ്റ്യൂഷൻ ആണ്. യെസ്, ഇൻറ്റ്യൂഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്ട് ആവണം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസ് കിട്ടുന്നത്. അതോടൊപ്പം ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ക്ലൂസ് എപ്പോഴും എടുക്കാനുള്ള കാരണം നിങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ട്. ക്ലൂസ് മാത്രമല്ല, എനർജീസും സിറ്റുവേഷൻസും ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 24, 38 പൈസസ് സോഡിയാക് സൈൻ ആണ്. H എന്നൊരു ലെറ്റർ. കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റ്. അശ്വതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. P എന്നൊരു ലെറ്റർ. 1986 ജൂൺ എന്നൊരു മന്ത്. ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. മൂലം എന്നൊരു സ്റ്റാർ. 31 തിരുവാതിര എന്നൊരു സ്റ്റാർ. ഇന്ന് നമുക്ക് കൂടുതലും സ്റ്റാർ നക്ഷത്രമാണ് വരുന്നത്. ലിയോ എന്നൊരു സോഡിയാക് സൈൻ. ജൂലൈ എന്നൊരു മന്ത്. R എന്നൊരു ലെറ്റർ. 30 എന്നൊരു നമ്പർ. 28 O എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. V എന്നൊരു ലെറ്റർ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് R എന്നൊരു ലെറ്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസും എനർജീസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്കത് കമന്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.